പോവാണ്. ഞാൻ സ്റ്റിക്ക് എനിക്കുണ്ട്. അതെന്റെ അച്ചാച്ചി ഉണ്ടാക്കി തന്നെ. മീൻ്റെ കരിമീൻ്റെ തീറ്റ ഉണ്ടാക്കണം. ആദ്യം നമ്മൾ എന്തോ എടുക്കുന്നത്? മൈദ. എന്നിട്ട് കുറച്ച് മൈദ നമ്മളിങ്ങനെ തട്ടിയിടും കേട്ടോ. മതിയോ? എന്നിട്ട് അമ്മയുടെ അടിച്ചു മാറ്റിയ മഞ്ഞപ്പൊടി കളർ ഇട്ടാലേ കുറച്ചിട്ടാൽ. എന്നിട്ട് ചിപ്പിയുടെ അടുക്കളയിൽ നിന്ന് എത്തുകൊണ്ടെന്ന് ജീരകം പറയല്ലേ, അത് വഴക്ക് പറയുക. ഓക്കെ. എന്നിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ബ്രെഡ്, കുറച്ച് ബ്രെഡും കൂടെ പൊടിച്ച് ആത്തിക്കുന്നത് കണ്ടോ. ഇത് കുഞ്ഞാവയുടെ അമൃതം പൊടിയോ അവൻ്റെ അടുത്ത് പറയല്ല, അവൻ വഴക്കുവേ കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ തട്ടിയിട്ട് കണ്ടോ, അതാണ് ഉള്ളിലേക്ക്. ഇത് പൈനാപ്പിൾ എസൻസ് കണ്ടോ, അത് ഇച്ചിരി ഇങ്ങനെ ഒഴിക്കുന്നത് കണ്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് ചെയ്യുന്നത് പിന്നെ കരിമീൻ ഇഷ്ടമാണോ? നമുക്കിത് പോയാലോ സ്റ്റിക്കൊക്കെ ആയിട്ട് പോവാം. പിടിച്ചാലോ? നീ മാത്രം പിടിക്കൂ, മുട്ട കരിമീൻ പിടിക്കൂ. ഓക്കെ. ശക്തിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കരിമീൻ തീറ്റ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി മീൻ പിടിച്ചാലോ? സ്റ്റിക്ക് എടുത്താലോ? പോയാലോ? ഓക്കെ, സെറ്റ്. ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. ചെറുതരണ ഇടത്തരം ഓക്കെ. അപ്പോൾ നമ്മൾ കരിമീനുള്ള ഫീഡാണ് അടുത്ത് ഈ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കരിമീൻ്റെ ഒരു ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ, മഞ്ഞൾപ്പൊടി, മധുരത്തിനായിട്ട് ഒരു ചെറിയ ലഡു. അപ്പോൾ ഇത്രയാണ്. ഇത് ഇത്രയും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട്, വെള്ളം വളരെ കുറച്ച് ഡ്രൈ ആയിട്ട് നമ്മൾ പൊറോട്ടയുടെ മാവ് ഉണ്ട പിടിക്കുന്നില്ലേ, ആ ഒരു പരുവത്തിന് വേണം മാവ് എടുക്കാനായിട്ട്. അപ്പോൾ ചൂണ്ടയിൽ നിന്ന് മിസ്സാവാത്ത രീതിയിൽ വേണം, അത്രയും തിക്കായിട്ടായിരിക്കണം നമ്മൾ മാവ് കുഴക്കേണ്ടത്. ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം മാവ്. അപ്പോൾ മാവ് കുഴച്ചതിന് ശേഷം നമ്മൾ ചൂണ്ടയിൽ കോർത്ത് ഇട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് കരിമീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ ഇടുന്ന പാടെ നമുക്ക് മീൻ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അരമണിക്കൂർ എടുക്കാം, ചിലപ്പോൾ 10 മിനിറ്റിനകത്ത് മീൻ കിട്ടാം, ചിലപ്പോൾ ഇടുന്ന പാടെ നമുക്ക് മീൻ കിട്ടാം. അത് നമ്മളെ ലെക്ക് കണക്കിരിക്കും. അപ്പോൾ ഈ 2 വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വീഡിയോയ്ക്കാണ്, ഏത് ഫീഡിനാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇത് നമ്മളെ പല വീഡിയോസ് നമ്മൾ മിസ്സായിട്ടുണ്ട്, കാരണം നല്ല ലെങ്തി ആയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു മെമ്മറി കാർഡ് കറക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത കുറച്ച് ക്ലിപ്പ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഫുള്ള് വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചാടി കിടക്കും പക്ഷേ ചൂണ്ട അങ്ങ് നാക്കിൽ വിഴുങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമ്മളുടെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.
ഈർക്കിനാണോ? തുറ വാതടാ. ചൂണ്ട വായിക്കത്തില്ല. ചൂണ്ട തുറടാവാ കാണിച്ചു പറഞ്ഞാൽ മതി. നീന്നാക്കടാ വേദിക്കുന്ന ചൂണ്ട വേറെ ചൂണ്ട കേട്ടോ.